ഈ കടലമാവ് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഫേസിൽ വെച്ച് ഒന്ന് കഴുകി നോക്കിക്കേ, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം നല്ല രീതിയിൽ നമുക്ക് സ്കിന്നിന് നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ടാനൊക്കെ മാറും. നമുക്കിത് കുട്ടികൾക്കും തേച്ച് കൊടുക്കാം, നമുക്കും തേക്കാം കേട്ടോ. കുളിക്കുന്നതിനൊക്കെ ഏകദേശം ഒരു 10-20 മിനിറ്റ് നേരമൊക്കെ മുമ്പ് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് മസാജ് ചെയ്തിട്ടൊന്ന് കഴുകി കളഞ്ഞ് നോക്കട്ടെ. നല്ല റിസൾട്ട് കിട്ടേ, നല്ല നിറം വെക്കും. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. റിസൾട്ട് വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കടലമാവ് ഒരു സ്പൂൺ 1.5 സ്പൂൺ കടലമാവ് എടുക്കണം കേട്ടോ. കടലമാവ് നമുക്ക് അങ്ങാടി ഷോപ്പിലും അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം കടലമാവ് നമ്മൾ വാങ്ങുമ്പം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നല്ല ചൂടത്ത് വെയിലത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം. അല്ലെങ്കിൽ കടലമാവ് വെളിയിലിരുന്ന് പൂത്തു പോകും കേട്ടോ. അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കടലമാവിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല മഞ്ഞളുടെ പൗഡർ, നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന മഞ്ഞളുടെ പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അത് നാച്ചുറൽ അല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ കേട്ടോ. ഈ പാല് തിളപ്പിച്ച് ആറിയേക്കുന്ന പാല് എടുക്കുക. ആ തിളപ്പിച്ച് ആറിയേക്കുന്ന പാൽ ഒരു കുറച്ച് എടുത്ത് ഒഴിക്കാം. പാലില്ലെങ്കിൽ ഇച്ചിരി റോസ് വാട്ടറോ വെള്ളമോ മിക്സ് ചെയ്താൽ മതി. പാല് ഉള്ളവർക്ക് പാല് ചേർക്കാം കേട്ടോ. നല്ല രീതിയിൽ സ്കിന്നിന് നിറം വെക്കാനായിട്ട് അടിപൊളിയാണ്. കുട്ടികൾക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് എന്താ ഈ കടലമാവ് സ്കിന്നിന് നിറം വെക്കാൻ നല്ലതാണ്. പക്ഷേ ചിലർക്ക് ഈ സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരുണ്ടല്ലോ, തൈര് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഒരു തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇത് സ്കിന്നിന് നിറം വെക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ലൊരു വീണ്ടും കാണാവേ. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാം. ബൈ.